മഴക്കാലങ്ങളിലെ യാത്ര, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അതീവ ശ്രദ്ധാപൂർവമായി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇപ്പോൾ മഴക്കാലത്തെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് KSRTC ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഡ്രൈവർക്ക് പ്രയോജനകരവും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ജീവനും സ്വത്തിനും സുരക്ഷിതമാകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ആ ഉത്തരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ഉത്തരവിനകത്തുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഉത്തരവിലല്ല പ്രശ്നങ്ങൾ, ഉത്തരവ് നടപ്പിലാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അതായത് 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഈ ഒരു അവസരത്തിൽ വാഹനം ഓടിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. അപ്പോൾ KSRTCയുടെ പല പെർമിറ്റുകളും അവർ സർവീസ് ഉണ്ടാക്കിയിരിക്കുന്നത് 1 കിലോമീറ്റർ 1 മിനിറ്റിൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ, അതായത് 1 മിനിറ്റിൽ 1 കിലോമീറ്റർ വെച്ച് ഓടുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ എറണാകുളം 60 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പം 1 മണിക്കൂർ. അപ്പോൾ ആലപ്പുഴ എറണാകുളം 60 കിലോമീറ്റർ. അപ്പോൾ 60 കിലോമീറ്റർ 60 കിലോമീറ്റർ 60 മിനിറ്റിൽ ഓടി തീർക്കണം. അപ്പോഴാണ് 50 കിലോമീറ്റർ സ്പീഡിൽ ഇത്തരം സ്ഥലങ്ങളിൽ പോകാവൂ എന്ന് പറയുക. അപ്പോൾ എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ ഉത്തരവെന്നുള്ളതാണ്. കാരണം മണിക്കൂറുകൾ ഈ റണ്ണിങ് ടൈമിൽ കുറച്ച് കാണിച്ചിരിക്കുന്നത് വാഹന സ്പീഡിൽ പോകാനല്ല, മറിച്ച് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇതിന് കൂട്ടു നിൽക്കുന്നത് KSRTCയിലെ അംഗീകൃത യൂണിയനുകളാണ്. തൊഴിലാളികളെ തന്നെ തിരഞ്ഞെടുത്ത് മാസവരി കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ മാനേജ്മെൻറ്റുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഇടപാടാണ് ഈ റണ്ണിങ് സമയം. ഈ രണ്ടാമത്തെ ഒരു കാര്യം, അത് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ വെള്ളപ്പാളി നമുക്ക് റോഡിൽ സ്ലിപ്പാവും, വണ്ടി ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല, അത് ന്യായമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് തേർഡ് ഗിയറുകളിൽ മാത്രമേ ഓടാവൂ എന്ന് പറയുക. KSRTC സംബന്ധിച്ചിടത്തോളം ഡ്രൈവർമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രമല്ല. അതായത് കാലഹരണപ്പെട്ട ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് 15 വർഷത്തിലേറെയായ വാഹനങ്ങളിൽ ലൈലൻഡ് കമ്പനി അല്ലെങ്കിൽ ടാറ്റ കമ്പനി, ഐഷർ കമ്പനി അവരുടെ ഒരു ബസ്സിന് 5 കിലോമീറ്റർ മൈലേജ് അവർ പോലും അവകാശപ്പെടുന്നില്ല. പുതിയ വണ്ടിക്ക് എല്ലാവിധ മെയിൻ്റനൻസുകളും ചെയ്ത് ആ വണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന അതേ അളവിലുള്ള ലോഡുകൾ കയറ്റി പോയിട്ട് പോലും 5 കിലോമീറ്റർ മൈലേജ് പറയുന്നില്ല. അപ്പോൾ KSRTCയിലെ മൈലേജ് ആശകന്മാർ, അതായത് മൈലേജ് ഇല്ലാത്ത ഡ്രൈവർമാരെ തെരഞ്ഞു പിടിച്ച് അവരെ ട്രെയിനിങ്ങിന് വിടുക, ശമ്പളമില്ലാതെ അവരെ ട്രെയിനിങ്ങിന് വിടുക. ഇപ്പോൾ എറണാകുളത്തുള്ളവനെ ആണെങ്കിൽ അങ്കമാലി ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരിക്കെ എടപ്പാളിലേക്കും തിരുവനന്തപുരത്തേക്കും അയക്കുക. കോഴിക്കോടുള്ളവനെ എടപ്പാൾ ട്രെയിനിങ്ങിന് വിടാതെ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ അവിടെ ട്രെയിനിങ് ചെല്ലുന്നവരൊക്കെ കിടക്കാൻ പോലും ഇടയില്ലാത്ത സ്ഥലത്ത് വിടുക. ഇത്തരത്തിൽ ഈ സാഡിസ്റ്റുകൾ, അതായത് മറ്റുള്ളവനെ പീഡിപ്പിച്ച് ആത്മസുഖം കണ്ടെത്തുന്ന സാഡിസ്റ്റുകൾ ഈ KSRTCയിലുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാകാത്തത് ഗിയർ ഡൗൺ ചെയ്തും താഴ്ന്ന ഗിയറുകളിൽ ഈ ഇത്തരം സ്ഥലങ്ങളിലൂടെ ഓടിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൈലേജ് കുറവിന്, ഇപ്പോൾ അങ്കമാലിൽ ഒരുത്തനുണ്ടായിരുന്നു, അവൻ മൈലേജ് ഇല്ലെങ്കിൽ അവൻ ഉറക്കം വരികയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ട. അപ്പോൾ അവനെപ്പോലെയുള്ള ആളുകൾ ഈ ജീവനക്കാരെ പീഡിപ്പിക്കുക. ജീവനക്കാരെ, ഡ്രൈവർമാരെ മാത്രമല്ല കേട്ടോ, ജീവനക്കാരന് മൈലേജ് കുറഞ്ഞെന്ന് പറഞ്ഞ് വെഹിക്കിൾ സൂപ്പർവൈസർമാരെ, അതായത് ഡ്രൈവർമാരുടെ മുകളിലുള്ള തസ്തികയായിട്ടുള്ള വെഹിക്കിൾ സൂപ്പർവൈസർമാരെ ട്രെയിനിങ്ങിന് വിടുക. ഇത്തരത്തിൽ കലാപരിപാടി ആസ്വദിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ ഈ ഉത്തരവുകൾ നടപ്പിലാക്കുമ്പോൾ കയ്യടി നേടുവാനും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുവാനും ഇത്തരം ഉത്തരവുകൾ തയ്യാറാക്കുന്നവൻ ഇതിൻ്റെ പ്രായോഗികതയും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മഴക്കാലത്ത് വാഹനം ഓടിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ അമിത സമയമായി ജോലി ചെയ്യേണ്ടി വരുന്ന ഡ്രൈവറുടെ മാനസികാവസ്ഥ, ഈ ഗിയർ ഇത്തരം കുറഞ്ഞ ഗിയറുകളിൽ ഇത്തരം സ്ഥലങ്ങളിലൂടെ ഓടിക്കേണ്ടി വരുമ്പം മൈലേജ് ഇല്ലെങ്കിൽ അവിടെ വൈകുന്നേരം ചെല്ലുമ്പോൾ ഡീസൽ കൂടുതലായി എന്ന് പറഞ്ഞ് വെഹിക്കിൾ സൂപ്പർവൈസറുടെ വക ഒരു ഭീഷണി, ഇനി മറ്റേ മൈലേജിൻ്റെ ഫ്യൂവൽ സെക്ഷനിൽ നിന്ന് വിളിച്ചിട്ടൊരു ഭീഷണി, പിന്നെ ഈ അങ്കമാലിലിരുന്ന കൂട്ട് മൈലേജ് തമ്പുരാക്കന്മാരുടെ വക ഭീഷണിയും ട്രെയിനിങ്ങും. ഈ ട്രെയിനിങ്ങിന് വിടുമ്പോൾ രസം ശമ്പളമില്ല, ശമ്പളം കൊടുക്കേണ്ടതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രസകരമായൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തൂമ്പാപ്പണിക്ക് പകരം കിളയ്ക്കുന്നൊരു മിഷ്യൻ മേടിക്കുക. ഇപ്പോൾ പുതുതായിട്ടുണ്ടല്ലോ കിളയ്ക്കുന്ന തെങ്ങിന് ചൂട കിളയ്ക്കുന്ന മിഷ്യനുണ്ട്. അപ്പോൾ ഈ മിഷ്യൻ പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പണിക്കാരനോട് പറയാം, നീ ഒരു ദിവസം വരണം, നിനക്ക് ആ പുതിയ മിഷ്യനിൽ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവൻ വരും, എന്നാൽ പറയാം നീ പ്രാക്ടീസ് ആയിട്ട് നിനക്ക് ഇന്ന് ശമ്പളം ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? അപ്പോൾ ഇവന്മാരൊക്കെ ഏത് ലോകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നതെന്നുള്ളതാണ്. ഏതായാലും മഴക്കാലത്ത് ഡ്രൈവർമാർ ആ ഉത്തരവുകൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന മൈലേജുകാരുടെ കാര്യത്തിലോ ഈ റണ്ണിങ് സമയം, അതായത് വണ്ടി അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ അടുത്ത ഈ സമയം അവിടെ ഓടിയെത്തുകയില്ല. പ്രത്യേകിച്ച് ഹൈവേ പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്രൈവർ എന്താണ് ചെയ്യുന്നത്? അവിടെ ചെന്നിട്ട് ഈ മാനസിക സമ്മർദ്ദം കാരണം ഭക്ഷണം കഴിക്കാനോ കൃത്യമായിട്ടൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പോകാതെ വെള്ളം പോലും കുടിക്കാതെ അവൻ വീണ്ടും തിരിച്ചോടിക്കുകയാണ്. ഈ തിരിച്ചോടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇവൻ്റെ മാനസിക നില ആകപ്പാടെ വിശ്രമമില്ലാതെ ഇവൻ്റെ ശരീരവും മനസ്സും എല്ലാം കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് വണ്ടി ഓടിക്കേണ്ടി വരുന്നത്. അത്തരം അന്തരീക്ഷത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ വാഹന അപകടത്തിൽപ്പെടുന്നു. 2, ഇവൻ മാനസികമായും ശാരീരികമായിട്ടും രോഗിയായി മാറുകയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവർമാരോട് പറയാനുള്ളത്, എൻ്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ റണ്ണിങ് സമയം താമസിച്ചാണ് ചെല്ലുന്നതെങ്കിൽ അതോടെ മാറ്റിയിടുക. നിങ്ങൾ ആ സമയത്തുള്ള വിശ്രമം എടുക്കുക, അതിനുശേഷം ഭക്ഷണം കഴിക്കുക, അതിനുശേഷം വാഹനം ഓടിക്കുക. അതിൻ്റെ പേരിലുണ്ടാകുന്ന എന്തൊക്കെ ആരോപണങ്ങളോ നടപടികളോ ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവനെ സംരക്ഷിച്ചു കൊണ്ട് വേണം ജോലിയെടുക്കുവാൻ. ഈ സ്ഥാപനം നമ്മളുടെ ജീവൻ ബലിയായി നൽകി നിലനിർത്തേണ്ട യാതൊരു ബാധ്യതയും KSRTCയിലെ ഒരു ജീവനക്കാരനും പ്രത്യേകിച്ച് ഡ്രൈവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മഴക്കാലത്തിൽ ഇത്തരം വാഹനങ്ങൾ ഈ രീതിയിൽ പറഞ്ഞ രീതിയിൽ ഓടിക്കുമ്പോൾ ഇവർ ഈ പറഞ്ഞ മൈലേജ് ലഭിക്കില്ല. മഴക്കാലത്ത് ഇത്തരത്തിൽ ഓടിക്കണമെങ്കിൽ വണ്ടിയുടെ റണ്ണിങ് സമയങ്ങളിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവനക്കാരുടെ കാശ് മേടിച്ച്, ജീവനക്കാരുടെ വോട്ട് മേടിച്ച്, അംഗീകാരം ലഭിച്ച് മാനേജ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ നിങ്ങൾ ഈ മന്ത്ലി ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ കാര്യം ഓർമ്മിപ്പിക്കും എന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിക്കുകയാണ്. ജീവനക്കാരും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇനി വരുന്ന റഫറണ്ടത്തിലെങ്കിലും ഇത്തരം മാനേജ്മെൻറ്റ് കൂട്ടത്തിൽ നിന്ന് ജീവനക്കാരെ ചതിക്കുന്നവരെ അല്ലാത്തവരെ ബുദ്ധിപൂർവ്വമായി തിരഞ്ഞെടുക്കുവാൻ KSRTC ജീവനക്കാർ തയ്യാറാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നന്ദി.